അർജന്റീന ടീമിനെയും മെസ്സിയെയും കേരളത്തിലെത്തിക്കുമെന്ന പേരിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണം നടത്താൻ സർക്കാർ നീക്കം. റിപ്പോർട്ടർ TV നൽകിയ 126 കോടി രൂപയുടെ സാമ്പത്തിക സ്രോതസ്സിനെ സംബന്ധിച്ചും ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ചും വിശദമായ അന്വേഷണം നടത്തും. അർജന്റീന ടീമിനെയും ഫുട്ബോൾ ഇതിഹാസ താരം ലയണൽ മെസ്സിയെയും കേരളത്തിലെത്തിക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നിൽ നടന്ന അഴിമതിയിലും സാമ്പത്തിക ക്രമക്കേടിലും അന്വേഷണം നടത്താനാണ് സർക്കാരിന്റെ തീരുമാനം. സർക്കാർ സംവിധാനം ദുരുപയോഗപ്പെടുത്തിയതിലും അനാവശ്യ ബാധ്യതകൾ വരുത്തിവെച്ചതിലും സാമ്പത്തിക ഇടപാട് നടത്തിയതിലും ഉൾപ്പെടെയുള്ളവയിൽ വിജിലൻസ് അന്വേഷണം നടത്താനാണ് സർക്കാരിന്റെ നീക്കമെന്നാണ് പുറത്തുവരുന്ന വിവരം. മുൻ കായിക മന്ത്രി വി അബ്ദുൾ റഹ്മാന്റെ പങ്കും ഇടതുപക്ഷ സർക്കാരിന്റെ ഇടപെടലുകളും സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്താനാണ് ആലോചന. കായിക വകുപ്പ് സെക്രട്ടറി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കുക. കൂടാതെ സ്പോൺസറെ കണ്ടെത്തിയതിലുണ്ടായ നടപടികളിലെ വീഴ്ചയും അന്വേഷിക്കേണ്ടതുണ്ട്. ടെൻഡറോ താൽപര്യപത്രമോ ഇല്ലാതെ സ്പോൺസറെ കണ്ടെത്തിയത് എങ്ങനെയെന്നതിലും അന്വേഷണം നടക്കുമെന്നാണ് വിവരം. മാത്രമല്ല, എന്തുകൊണ്ട് റിപ്പോർട്ടർ TVയെ സ്പോൺസറാക്കി എന്ന കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായ ഒരു ഉത്തരം നൽകാൻ ഇടതുപക്ഷ സർക്കാരിനും മുൻ കായിക മന്ത്രിക്കും സാധിച്ചിട്ടുമില്ല. കൂടാതെ സ്പോൺസറായ റിപ്പോർട്ടർ TV നൽകിയ 126 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചും പണത്തിന്റെ സ്രോതസ്സിനെ സംബന്ധിച്ചുമുള്ള അന്വേഷണവും നടക്കാൻ ഇടയുണ്ട്. സ്വകാര്യ കമ്പനിക്ക് ലാഭമുണ്ടാക്കാൻ നടത്തിയ ഇടപെടലുകൾ എന്ന സംശയം ബലപ്പെടുന്ന സാഹചര്യത്തിലാണ് പഴുതടച്ച അന്വേഷണത്തിന് സർക്കാർ തയ്യാറെടുക്കുന്നത്. ജനം, തിരുവനന്തപുരം.